ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. വെൽക്കം ബാക്ക് ടു മോമി റെസിപ്പീസ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റെസിപ്പി വീഡിയോ എന്നല്ല, ഇന്നൊരു വ്ളോഗാണ്. എനിക്ക് ഒരു ബർത്ത്ഡേ പാർട്ടി ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ കേക്ക്സൊക്കെ 19th രാവിലെ ആയിരുന്നു ഡെലിവറി ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ ഞാനൊരു 17th രാത്രി തന്നെ എല്ലാ കേക്ക്സും ഉണ്ടാക്കി വെച്ചു. വാൻസ്ട്രോ ഫ്ലേവറിലുള്ള കേക്ക്സ് ആയിരുന്നു ഉണ്ടാക്കാനുണ്ടായിരുന്നത്. 2 kg കേക്ക് ഉണ്ടായിരുന്നു, 1 kg കേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2 kgക്ക് വേണ്ടിയിട്ട് 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ് ഉണ്ടാക്കിയത്. വാനില സ്പഞ്ചും 8 ഇഞ്ചിൽ, സ്ട്രോബെറി സ്പഞ്ചും 8 ഇഞ്ചിലാക്കിയിട്ട് 2 kg വെയിറ്റ് ആക്കിയിട്ടാണ് ചെയ്തത്. പിന്നെ ഒന്നുണ്ടായിരുന്നത് 1 kg തന്നെ വാൻസ്ട്രോ ആയിരുന്നു. അത് 7 ഇഞ്ചിൽ വാനിലയും 7 ഇഞ്ചിൽ സ്ട്രോബെറിയും അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ കേക്ക് പോപ്സിനും കേക്ക് സിക്കിളിനും വേണ്ടിയിട്ട് ഒരു 1 kgക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബാറ്ററും ഉണ്ടാക്കിയിട്ട് അത് ബേക്ക് ചെയ്തു. സ്ട്രോബെറിയും വാനിലയും 2 ഫ്ലേവറും ഒപ്പാണ് ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും അന്ന് തന്നെയാണ് ബേക്ക് ചെയ്തത്. പിന്നെ ഞാൻ പിറ്റേ ദിവസം ഒരു ഉച്ചയ്ക്ക് ആയപ്പോഴാണ് കേക്ക്സൊക്കെ ഐസിങ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 2 kg കേക്ക് ഒരു 6 ലെയേഴ്സും 1 kg കേക്ക് 5 ലെയേഴ്സും ആക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. 1 kg വാനില സ്പോഞ്ച് ഒരു 3 ലെയേഴ്സും സ്ട്രോബെറി സ്പോഞ്ച് ഒരു 2 ലെയേഴ്സും ആക്കിയിട്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ 2 kg വെയിറ്റ് വരുന്ന കേക്കാണ് ഐസിങ് ചെയ്തത്. പിന്നെ ഞാൻ വാൻസ്ട്രോ ഫ്ലേവറിലുള്ള കേക്കിൻ്റെ റെസിപ്പി ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ആർക്കെങ്കിലും റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതാ കേക്ക് നല്ലപോലെ തന്നെ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് തണുക്കാനായിട്ട് വെച്ചു. അതിന് ശേഷമാണ് ഞാൻ 1 kg വെയിറ്റ് വരുന്ന കേക്ക് ഐസിങ് ചെയ്തെടുത്തത്. പിന്നെ ഞാൻ ഈ ഒരു കേക്കും ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചു. പിന്നെ ഞാൻ വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആയപ്പോഴാണ് കേക്ക് പോപ്സും കേക്ക് സിക്കിൾസൊക്കെ ഉണ്ടാക്കിയെടുത്തത്. പിന്നെ അത് ഞാൻ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തു. എനിക്കൊരു 10 കേക്ക് പോപ്സും 10 കേക്ക് സിക്കിൾസും ആയിരുന്നു ഉണ്ടാക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഞാനൊരു 5 സ്ട്രോബെറി ഫ്ലേവറിലുള്ളതും 5 വാനില ഫ്ലേവറിലുള്ളതാണ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്.
പിന്നെ ഞാനിവിടെ സ്ട്രോബെറി ഫ്ലേവറിലുള്ള കേക്ക് പോപ്സും കേക്ക് സിക്കിൾസും ഒക്കെ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അതിൽ ഡിപ്പ് ചെയ്തു. പിന്നെ വാനില ഫ്ലേവറിലുള്ള കേക്ക് പോപ്സും കേക്ക് സിക്കിൾസും സ്ട്രോബെറി ഫ്ലേവറിലുള്ള ചോക്ലേറ്റിലാണ് ഡിപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ കേക്ക് പോപ്സും കേക്ക് സിക്കിൾസും ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഡോണറ്റ്സാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പം ഡോണറ്റ്സിൻ്റെ ഡോയൊക്കെ നല്ലപോലെ തന്നെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം റൈസ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പം ഇതിൻ്റെ റെസിപ്പി ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയിട്ട് കാണാം, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ അതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, നേരത്തെ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന 2 kg വെയിറ്റ് വരുന്ന കേക്കാണ് ഐസിങ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം അതൊരു റോസറ്റ് മോഡലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. 4 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് വരുന്ന റോസറ്റ് ആയിരുന്നു. അപ്പം അതും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കപ്പ് കേക്കിനുള്ള ബാറ്ററൊക്കെ ഉണ്ടാക്കിയെടുത്തു. അപ്പം ഇതിൻ്റെ റെസിപ്പി ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം ഇത് ഞാനൊരു വാനില ഫ്ലേവറിലുള്ള കപ്പ് കേക്ക് ആക്കിയിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോഴേക്കും എന്താ ഡോണറ്റിൻ്റെ ഡോയൊക്കെ ഇവിടെ നല്ല പോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഞാനിത് നല്ലോണം പരത്തി എടുത്തിട്ട് ഡോണറ്റ് കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തു. പിന്നെ ഞാൻ 1 kg വെയിറ്റ് വരുന്ന കേക്കിൻ്റെ മെയിൻ ഐസിംഗ് ആണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം ഇതൊരു സിമ്പിൾ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. സ്പാച്ചില വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ വർക്കാണ് ഇതിന് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ കേക്കിൻ്റെ ഐസിംഗ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഡോണറ്റ്സ് ഒക്കെ പൊരിച്ചെടുത്തു. അപ്പോഴേക്കും കപ്പ് കേക്ക്സ് ഒക്കെ ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
പിന്നെ പിറ്റേന്ന് രാവിലെയാണ് ഞാൻ ഐസിംഗ് ഒക്കെ ചെയ്തെടുക്കുന്നത്. കപ്പ് കേക്കിൻ്റെ ഒക്കെ കേട്ടോ, കപ്പ് കേക്ക് ഡോണറ്റ്സൊക്കെ ഐസിങ് ചെയ്തിരുന്ന പിറ്റേന്ന് രാവിലെയാണ്. അപ്പോൾ ഇത് നൂർ N1 എന്ന് പറഞ്ഞിട്ടുള്ള നോസിലുകൊണ്ടാണ് ഈ ഒരു റോസ് വരക്കുന്നത്. പിന്നെ കപ്പ് കേക്ക്സൊക്കെ ഞാൻ തലേന്ന് ഉണ്ടാക്കുകയാണ്, പിറ്റേന്നൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലാണ് എടുത്ത് വെക്കൽ. റൂം ടെമ്പറേച്ചറിൽ എടുത്ത് വെക്കുക, ഫ്രിഡ്ജിലൊന്നും വെക്കണം എന്നില്ല. കുറേ ആൾക്കാർ ഡൗട്ട് ചോദിക്കലുണ്ട് എവിടെയാണ് കേക്കൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. നമ്മൾ ഐസിങ് ചെയ്യാത്ത കേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതി. അപ്പോഴേ കേക്കിനൊക്കെ നല്ല പോലെ ടേസ്റ്റ് കൂടുള്ളൂ. പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് എഡിബിളായിട്ടുള്ള ഷുഗർ ബോൾസും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷമാണ് ഞാൻ ഡോണറ്റ്സൊക്കെ ഗനാഷിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് എഡിബിൾ സ്പ്രിങ്കിൾസും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള റോസസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. വൈറ്റ് റോസും ഉണ്ട്, പിങ്ക് റോസും ഉണ്ട്. അതിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്ക് സാധാ റോസ് ഇപ്പോൾ ഇവിടെ അന്ന് അവൈലബിൾ അല്ലായിരുന്നു, കിട്ടിയിട്ടില്ലായിരുന്നു. അതിനോണ്ട് ഇങ്ങനെ ചെടി വാങ്ങിച്ചിട്ട് അതുമത്തെ റോസാണ് കേക്കിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ കേക്കുമ്മൽ കേക്ക് ടോപ്പർ വെച്ച് കൊടുക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള കേക്ക് ടോപ്പറാണ്. പിന്നെ അതുമ്മൽ റോസസും വെച്ച് കൊടുക്കുന്നുണ്ട്. റോസുമ്മൽ നമ്മൾ ക്ലിംഗ് റാപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ സെല്ലോ ടാപ്പ് വെച്ചിട്ടോ നല്ല പോലെ കവർ ചെയ്തിട്ട് വേണം വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഇതാ ഈ ഒരു കേക്കുമ്മൽ ഞാനൊരു 3 ഫ്ലവറാണ് വെച്ച് കൊടുക്കുന്നത്. 2 വൈറ്റ് റോസസും അതുപോലെ ഒരു പിങ്ക് റോസുമാണ് വെക്കുന്നത്. അപ്പോൾ ഇതാ ഈ കേക്കിൻ്റെ ഡെക്കറേഷൻസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടിയിൽ ഞാനൊരു റെഡ് റിബൺ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ 1 എഴുതിയിട്ടുള്ള ഒരു ടോപ്പറും 2 ചെറിയ റോസസുമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ടോപ്പർ ഞാൻ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള ടോപ്പറാണ്. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം കേക്ക്സും കാര്യങ്ങളൊക്കെ ഡെലിവറി ചെയ്തു. പിന്നെ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മോമി റെസിപ്പീസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.